ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞങ്ങളുടെ ഒരു ഫ്രൈഡേ വ്ളോഗ് കണ്ടാലോ? ഇന്ന് ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈവനിങ്ങേ ഡ്യൂട്ടി ഉള്ളൂ. അതുകൊണ്ട് ചാടി പടഞ്ഞ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ എണീറ്റ് നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ കിച്ചണിൽ കയറി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ദോശ കഴിച്ചിട്ട്. എൻ്റെ ദോശ ഉണ്ടാക്കൽ കഴിയുമ്പോഴേക്കും റെമിക്ക എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. റെമിക്ക വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. ഇന്ന് പള്ളിയിൽ പോകാനുള്ളതല്ലേ, അധികം ലേഖ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പള്ളിയും കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. റെമിക്ക അതിന് ശേഷം പള്ളിയിലും പോയി. ഞാൻ നേരെ കിച്ചണിലും കയറി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചിക്കനൊക്കെ പൊരിച്ച് കഴിയുമ്പോഴേക്കും റെമിക്കയും തിരിച്ചു വന്നു. റെമിക്കാനെ കണ്ടപ്പോൾ ഞാൻ പിന്നെ സവാള എടുത്ത് റെമിക്കയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഒരു ജ്യൂസ് ഓഫർ ചെയ്തപ്പോൾ മൂപ്പരാൾ അരിഞ്ഞു തരികയും ചെയ്തു. അല്ലെങ്കിൽ ആൾ ഹെൽപ്പ് ചെയ്യലൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ വെച്ചല്ലുണ്ട്. ചിക്കൻ കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് വെച്ചാൽ. ഇടയ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ, എപ്പോഴും ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ സെറ്റാക്കി ചോറൊക്കെ ഊറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ ഓഫർ ചെയ്ത ജ്യൂസിൻ്റെ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു. അങ്ങനെ ബിരിയാണിയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കുളിക്കാൻ കയറി കേട്ടോ. ഫ്രഷായൊക്കെ വന്ന് ഞങ്ങളിന്ന് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് എരിവുണ്ടായിരുന്നു. ഞാൻ പുതുതായിട്ട് നാട്ടിൽ നിന്ന് കൊടുന്ന മുളക് പൊടിയായിരുന്നു കേട്ടോ. പക്ഷേ നല്ല എരിവുണ്ടായിരുന്നു. അറിയില്ലായിരുന്നു അത്ര എരിവുണ്ടാവുമെന്ന്. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ടേസ്റ്റൊക്കെ ഉണ്ട്. എരിവുണ്ടെങ്കിലും ബിരിയാണി റെമിക്കാക്ക് ഇഷ്ടമൊക്കെ ചെയ്തിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഫിലിമൊക്കെ കണ്ടു. നെസ്ലിൻ്റെ ഫിലിമായിരുന്നു കേട്ടോ, മോളിവുഡ് ടൈംസ്. അങ്ങനെ കുറച്ച് നേരം കാണാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. ഇന്നെനിക്ക് വക്രയിലല്ല കേട്ടോ, മൈദറിലാണ് ഡ്യൂട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മൈദറിൽ പോയി. റെമിക്കന്നെ അവിടെ ആക്കി തന്നിട്ട് റെമിക്ക പോയിട്ടോ. നോക്കുമ്പോൾ ഇന്ന് അങ്ങനെ കസ്റ്റമേഴ്സൊന്നും ഇല്ല, ഫ്രൈഡേ അല്ലേ, എല്ലാവരും പുറത്ത് പോയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കുറച്ച് ഷോപ്പുകൾ ഇങ്ങനെ തുറന്നിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചായ കുടിക്കാമെന്ന്. അപ്പോൾ ഉസ്മാൻ പോയിട്ട് ചായ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഒപ്റ്റീഷ്യനാണ്, ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എനിക്ക് ഡ്യൂട്ടി 10 മണി വരെയാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് പോകാൻ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. ടാക്സി ഷോപ്പിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് ആളെന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഞാൻ റെമിക്കാക്ക് വിളിച്ചപ്പോൾ റെമിക്ക റൂമിൽ തന്നെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ മൂപ്പരാൾ കിടന്നിട്ട് വേൾഡ് കപ്പ് കാണുന്നു. ആൾക്ക് ഫ്രൈഡേ ഓഫ് ആയതുകൊണ്ട് എന്തോ ആവാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.